Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോംമേഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് നമുക്ക് നല്ല ഒരു സാമ്പാർ റൈസ് ഉണ്ടാക്കാം. സാമ്പാർ റൈസ് കൂടുതലും തമിഴ്നാട്ടുകാരുടെ റെസിപ്പിയാണ്. അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. സാമ്പാർ സാദം എന്ന് പറയും. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. കാരണം നമ്മൾ ഇത് സെപ്പറേറ്റ് സാമ്പാറും ചോറും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ടൈം എടുക്കും. അതിനേക്കാൾ വളരെ എളുപ്പത്തിൽ നമുക്ക് സാമ്പാറും ചോറും കൂടെ ഒരുമിച്ച് ചേർത്ത് ഉണ്ടാക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. നമ്മുടെ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലിയും കഴിയും. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിട്ടാൽ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എളുപ്പം വഴിക്ക് ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാർ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ഈ സാമ്പാർ റൈസിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസിൻ്റെ 1/4 ഭാഗം പൊന്നിയരി എടുത്തിട്ടുണ്ട്. പൊന്നിയരി അല്ലെങ്കിൽ ഇഡ്ഡലി അരി എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതാണ് ഏറ്റവും നല്ലത്. അതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ പച്ചരി വാങ്ങിക്കുക. ഇതിനൊക്കെ വേവ് കുറവായതുകൊണ്ട് അതാണ് ഇതിന് എടുക്കുന്നത്. സാധാരണ ജയ, സുരേഖ അങ്ങനെയൊക്കെ ഉള്ളതിന് വേവ് കൂടുതലാണ്. അപ്പോൾ അതെടുക്കരുത്. പൊന്നിയരി അല്ലെങ്കിൽ പച്ചരി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കി 1/4 ഭാഗം സാമ്പാർ പരിപ്പും കൂടെ എടുക്കുക. അപ്പോൾ ടോട്ടൽ ഒരു ഗ്ലാസ് ഉണ്ടാവും. അതിനുശേഷം അത് ഒരു ബൗളിലേക്ക് ഇട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കാനായിട്ട് നമുക്ക് 10 മിനിറ്റ് വെക്കാം. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുക്കാം. ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 4 ബീൻസും എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത്രയാണ് സാമ്പാറിന് എടുത്തേക്കുന്നത്. നമ്മൾ സാമ്പാറിന് ചിലർ ഒത്തിരി വലുതായിട്ട് അരിയാറുണ്ട്. അത് ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ സാമ്പാർ റൈസ് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക. ഒത്തിരി വലിയ പീസായിട്ട് എടുക്കരുത്. ഇനി നമുക്ക് ഒരു കുക്കർ ചൂടാക്കാൻ വയ്ക്കുക. അതിനകത്തേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ സവോള അത്യാവശ്യം കനത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. തീരെ കനം കുറച്ച് അരിയേണ്ട കാര്യമില്ല. ഒരു ചെറിയ സവോള മതി, ഒത്തിരി വലുതൊന്നും ചേർക്കേണ്ട കാര്യമില്ല. വലിയ സവോളയാണെങ്കിൽ പകുതി ചേർത്താൽ മതിയാവും. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒത്തിരി അങ്ങ് മൊരിച്ചൊന്നും എടുക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടിയൊക്കെ ഞാൻ പറയുന്ന കണക്കിന് ഇട്ടാൽ മതി, കൂടിപ്പോരുത്. പിന്നെ 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ സാമ്പാർ പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ സാമ്പാർ പൊടിയല്ല ചേർത്തിരിക്കുന്നത്, സാമ്പാർ പൊടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ടീസ്പൂണിൻ്റെ കണക്കാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ നിങ്ങൾ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ, അത്യാവശ്യം വലിയ സ്പൂണിന് 2 സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതല്ല കട്ടിക്കായമാണ് ചേർക്കുന്നതെങ്കിൽ അതും ഈ സമയത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ സാമ്പാർ പൊടി ചേർത്താലും കായത്തിൻ്റെ പൊടി അല്പം ചേർക്കണം. അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന സാമ്പാർ പൊടിയിലൊന്നും അത്രയും കായത്തിൻ്റെ ഫ്ലേവർ ഉണ്ടാവില്ല, ഉദ്ദേശിക്കുന്ന അത്രയും ടേസ്റ്റ് വരില്ല. അപ്പോൾ ഒരല്പം കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ പൊടികൾ ഒന്ന് ചെറുതായിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാനായിട്ട്. അപ്പോൾ ചെറുതായിട്ട് പൊടി മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒരു അല്പനേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ആ പൊടികളെല്ലാം കഷ്ണങ്ങളിലേക്കൊന്ന് പിടിക്കാൻ നല്ലതാണ് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും പരിപ്പും ഉണ്ടല്ലോ, അത് ആ വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് പുളിയാണ്. വാളംപുളി അല്ലെങ്കിൽ പിഴുപുളി എന്ന് പറയുന്നത് ആണല്ലോ നമ്മൾ സാധാരണ സാമ്പാറിന് ചേർക്കാറുള്ളത്. അപ്പം പുളി എടുത്തിട്ട് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളി മതി. അത് നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളത്തിലൊന്ന് കുതിർത്ത് അരിച്ചെടുക്കാം. പിഴിഞ്ഞെടുത്ത വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വേണം. ടോട്ടലിൽ നമ്മൾ വെള്ളം ചേർക്കേണ്ടത് 5 കപ്പ് വെള്ളമാണ്. 1 കപ്പ് അരിയും പരിപ്പും കൂടെ നമ്മൾ എടുത്തില്ല, അതിന് 5 കപ്പ് വെള്ളം ആണ് കറക്റ്റ് അളവ്. അപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളത്തിലാണ് അരി കുതിർത്തത്, അത് ആ വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളി പിഴിഞ്ഞത്, അതിനും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ ഏകദേശം ഒരു 4 കപ്പിനടുത്ത് വെള്ളം കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പോ പുളിയോ വല്ലതും പോരായ്മ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ കേൾക്കുന്നവരെ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം. 2 വിസിൽ കേട്ട് കഴിഞ്ഞിട്ട് ആവി പോയതിന് ശേഷം ഉടനെ തുറക്കുക. അപ്പോൾ നമുക്ക് ഇത് മൂടി വെച്ച് 2 വിസിൽ കേൾക്കുന്നവരെ വേവിക്കാം. ഇപ്പോൾ 2 വിസിൽ കേട്ട് അതിൻ്റെ ആവിയെല്ലാം പോയി. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒത്തിരി വെള്ളം ഉള്ളതുപോലെ, അതൊരു കുഴപ്പമില്ല. ഇത് ഇച്ചിരി തണുത്ത് വരും തോറും ഇത് ഇത്രയും കൂടെ ഒന്ന് വെള്ളം വറ്റി കുറുകി വരും, കട്ടിയായി വരും. അപ്പോൾ ഇത്രയെങ്കിലും ലൂസായിരിക്കണം നമ്മളിത് വേവിച്ച് കഴിയുമ്പോഴേക്കും. അപ്പോൾ എന്നാൽ മാത്രമേ നമ്മൾ കറക്റ്റ് ആ ഒരു നന്നായിട്ട് കുഴഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ വെന്ത് നല്ല പാകത്തിന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ തുറക്കുമ്പോൾ ഇരിക്കേണ്ടത്. അപ്പോൾ വെള്ളം കുറഞ്ഞു പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടില്ല, അടിയിൽ പിടിക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് കറക്റ്റായിട്ട് ചേർക്കാൻ ശ്രദ്ധിക്കുക. വളരെ പെട്ടെന്ന് നമ്മുടെ സാമ്പാർ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എന്ത് എളുപ്പമല്ലേ, നമ്മൾ സാമ്പാർ വയ്ക്കുന്ന പോലെ റൈസും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സാമ്പാർ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർക്കുന്ന നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ വേണ്ടത് ഒരു മെയിൻ സാധനമാണ്, 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ നാടൻ നെയ്യും കൂടെ ഉണ്ടെങ്കിൽ ഇത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സാമ്പാർ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് കുട്ടികൾക്ക് ഇത് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ നല്ല ടേസ്റ്റാണ്. ഒരല്പം പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് പപ്പടവും സാമ്പാർ റൈസും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് രാവിലെ ഉണ്ടാക്കിയെടുക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്